പ്രിയമുള്ളവരെ, ഞാൻ സിയാദ് കരീം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് എന്തെന്നാൽ, തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വീണ ജോർജിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് അവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയും അതിൻ്റെ ഭാഗമായി അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു സമരപരിപാടി സംഘടിപ്പിക്കുകയും ആ സമരപരിപാടി വീക്ഷിക്കുവാനും അതിനൊരു സംരക്ഷണം കൊടുക്കുവാനും ഞങ്ങൾ കുറച്ച് പേർ അവിടെ കൂടുകയുണ്ടായി. അത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സിബി എറണാകുളം, അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ ഒരു ബോധമില്ലാത്തവനെയും കൂടി കയറ്റിയിരുത്തി ഞാൻ വർഗീയവാദിയാണ്, അതിൽ കാലും വെട്ടും കൈയും വെട്ടുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അത് യുവാക്കളുടെ മുദ്രാവാക്യമാണ്. അവർ പല രീതിയിലുള്ള മുദ്രാവാക്യവും വിളിക്കും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ത് എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാവുന്നവരുടെ കൂടെ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ ഇന്ന് വരെ ഒരു വർഗീയ പാർട്ടിയിലും പോയിട്ടില്ല. ഇന്നും ഞാൻ മതേതരത്വ ചേരിയിലുള്ള കേരള ഡെമോക്രാറ്റിക് പാർട്ടി KDPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എൻ്റെ ന്യൂനപക്ഷ സെല്ലിൻ്റെ സംസ്ഥാന ചെയർമാനായിരുന്നു. ഞാൻ താടിയും തൊപ്പിയൊക്കെ വെക്കുന്നത് എല്ലാ റമദാൻ മാസത്തിലും അത് എൻ്റെ മതപരമായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഞാൻ വെക്കുന്നതാണ്, താടിയും തൊപ്പിയൊക്കെ. അത് കണ്ട് നിങ്ങൾക്ക് ഹാലിളകണ്ട. ഇപ്പോൾ ഞാൻ വർഗീയവാദിയായി ചിത്രീകരിക്കേണ്ട. ഞാൻ യഥാർത്ഥ മതേതരവാദിയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നെ അറിയുന്നവർക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇന്നുവരെയും മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വിശ്വസിച്ചിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഞാൻ KECയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും KECSൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായും ജില്ലാ ജനറൽ സെക്രട്ടറിയായും ജില്ലാ പ്രസിഡൻ്റായും സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റുമായും NCPയുടെ യുവജന സംഘടനയായ NYCയുടെ സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ ജനറൽ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന സെക്രട്ടറിയായി, സംസ്ഥാന ന്യൂനപക്ഷ സെല്ലിൻ്റെ ചെയർമാനായി, സംസ്ഥാന ചാരിറ്റി വിങ്ങിൻ്റെ ചെയർമാനായി, NCPയുടെ വെമ്പായം മണ്ഡലം പ്രസിഡൻ്റായി, മണ്ഡലം ജനറൽ സെക്രട്ടറിയായി, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയായി, ജില്ലാ കമ്മിറ്റി അംഗമായി, സംസ്ഥാന കമ്മിറ്റി അംഗമായി, ന്യൂനപക്ഷ സെല്ലിൻ്റെ സംസ്ഥാന ചെയർമാനായി നിൽക്കുമ്പോഴാണ് KDP രൂപം കൊള്ളുകയും മാണി C കാപ്പനോടൊപ്പം MLAയോടൊപ്പം UDFൻ്റെ ഭാഗമായി മാറുകയും 5 വർഷക്കാലം UDFൻ്റെ ഭാഗമായി നിലകൊള്ളുകയാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും ഞാൻ നിൽക്കുന്നത്. അതിനെ വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നവർക്ക് തെറ്റിയിട്ടുണ്ട്. അതിൽ ഒത്തിരി ഹിന്ദുക്കളുണ്ട്, ഒത്തിരി മുസ്ലിങ്ങളുണ്ട്, ഒത്തിരി ക്രൈസ്തവരുണ്ട്. നാനാ മതത്തിലുള്ള ആൾക്കാരും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്, മതേതരത്വ സംഘടനയാണ്. എനിക്കിന്നും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കത് വർഗീയ സംഘടനയായി തോന്നിയിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ള സൈനിസ്റ്റ് തീവ്രവാദികൾ ഏതെങ്കിലും മാധ്യമങ്ങളിൽ എന്തെങ്കിലും കവറേജിന് വേണ്ടി, നിങ്ങളുടെ മീഡിയ കവറേജിന് വേണ്ടി ഞങ്ങളെപ്പോലെയുള്ളവരെ ഇരയാക്കരുത് എന്ന് കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സാമുദായിക രാഷ്ട്രീയ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങളുടെ ഈ ശ്രമങ്ങൾ അത് തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, എന്നെ ശ്രമിച്ച എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്, അശാന്തിയുടെ കാഹളം മുഴങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള
സൈനിസ്റ്റ് തീവ്രവാദികളെ നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട്, ജൂതൻ്റെ ചോരയിലുണ്ടായ ഈ സൈനിസ്റ്റുകളെ നിങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ആരും കാണരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.